ക്രൈസ്തവ സഭാചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ് കൂനൻ കുരിശു സത്യം. ഈ കൂനൻ കുരിശു സത്യത്തിലേക്ക് നയിച്ച കാരണങ്ങളെ നമുക്ക്, അല്ലെങ്കിൽ അതിൻ്റെ പ്രചോദനം നമുക്കതൊന്ന് വിലയിരുത്താം ചെറിയ തോതിൽ. 1600 അങ്കമാലി ഭദ്രാസനം ഗോവ ഭദ്രാസനത്തിൻ്റെ സാമന്ത രൂപതയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. അതെന്താണെന്ന് വെച്ചാൽ ഭദ്രവാദ ഭരണത്തിന് കീഴിലേക്ക് അത് മാറി. അത്രയും നാള് ലത്തീൻ ഭരണത്തിലോ പോർച്ചുഗീസ് ഭരണത്തിന് കീഴിലോ ആകാതെ സ്വതന്ത്രമായി നിന്നിരുന്ന ഭദ്രാസനം സാമന്ത രൂപതയാക്കി കഴിഞ്ഞപ്പോൾ അവിടുത്തെ മർത്തോമ ക്രിസ്ത്യാനികൾക്ക് അത് വലിയ മുറിവുകൾ ഉണ്ടാക്കി. അവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയ ഒത്തിരി അസ്വസ്ഥതകൾ സഭയിൽ ഉടലെടുത്തു. റോസ് എസ് ജെ എന്ന മെത്രാൻ അവിടെ ചാർജ് എടുക്കുകയും ചെയ്തു. അപ്പോൾ ഇവരുടെ നഷ്ടപ്പെട്ട പദവി വീണ്ടും കിട്ടുന്നതിനും ആസ്ഥാനം കൊടുങ്ങല്ലൂർ ആക്കുന്നതിനും വേണ്ടി റോസ് എസ് ജെയുടെ നേതൃത്വത്തിൽ തന്നെ ഇവർ ലത്തീനിൽ ഉള്ള ഒരു ഹർജി തയ്യാറാക്കി അങ്കമാലിക്കാരും അതിൽ ഒപ്പിടുകയുണ്ടായി. ഇതിനിടെ റോസ് എസ് ജെയും കൊച്ചിയിലെ ഫ്രാൻസിസ്കൻ സഭ അധികാരികളും തമ്മിൽ കൊടുങ്ങല്ലൂരിൻ്റെ ഭൂപ്രദേശം വിഭജിക്കുന്ന കാര്യത്തിലുള്ള അതിർത്തി തർക്കത്തിൽ മാർത്തോമക്കാരുടെ ഒത്തിരി പള്ളികൾ ഫ്രാൻസിസ്കൻ സഭ ആയുധങ്ങളോട് കൂടി തന്നെ വന്ന് പിടിച്ചടക്കുകയുണ്ടായി. ഇതെല്ലാം മാർത്തോമ ക്രിസ്ത്യാനികളിൽ മുറിവുകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഇതിന് 1608 അങ്കമാലിയുടെ പദവി തിരിച്ചു കിട്ടി. 1609 ആയപ്പോൾ അങ്കമാലിയുടെ പേര് കൊടുങ്ങല്ലൂർ എന്നാക്കി മാറ്റുകയും ചെയ്തു. പക്ഷെ അപ്പോൾ പറ്റിയൊരു അപകടം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ മർത്തോമ ക്രിസ്ത്യാനികളുടേതായിരുന്ന രൂപത ലത്തീൻ മെജോറിറ്റി ആകുകയും പോർച്ചുഗീസുകാരുടെ ദൃഷ്ടിയിൽ അതൊരു ലത്തീൻ രൂപതയായി രൂപാന്തരപ്പെടുകയും ചെയ്തു. ഇതെല്ലാം മർത്തോമ ക്രിസ്ത്യാനികളുടെ ഇടയിൽ മനപ്രയാസത്തിന് ഇടയാക്കിക്കൊണ്ടേയിരുന്നു. ഇത് കഴിഞ്ഞ് റോസ് എസ് ജെ, അതായത് ഇവിടുത്തെ മെത്രാനായി അവരോധിക്കപ്പെട്ടയാൾ, മർത്തോമ ക്രിസ്ത്യാനികളുടെ അധികാരിയായിരുന്ന അർക്കിദിയാക്കോന്റെ അധികാരങ്ങളെല്ലാം വെട്ടിച്ചുരുക്കി എല്ലാം റോസ് എസ് ജെയിലേക്ക് കേന്ദ്രീകരിച്ചു. ഇതും അവരുടെ വ്രണങ്ങളിൽ മുളക് പുരട്ടുന്നതിന് തുല്യമായിരുന്നു. അതിനുശേഷം 1652 മാർ അഹത്തുള്ള എന്ന പാത്രിയർക്കീസ് മൈലാപ്പൂർ വന്നിറങ്ങി. അങ്ങേര് വന്ന ഉടനെ പ്രഖ്യാപിച്ചത് അഖിലേന്ത്യാ തലത്തിലും ചൈനയുടെയും ആത്മീയ കാര്യങ്ങളിലുള്ള ഉത്തരവാദിത്തം മാർപ്പാപ്പ അവരെ അങ്ങനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നുള്ളതായിരുന്നു. അത് മാർത്തോമ ക്രിസ്ത്യാനികളിൽ വലിയ ഉത്സാഹത്തിനിടയാക്കി. അങ്ങനെ അധികം താമസിയാതെ പോർച്ചുഗീസുകാർക്ക് ഇതിൽ അതൃപ്തി തോന്നി ഈ മാറഹത്തുള്ളയെ നാട് കടത്തി. ഈ വിവരം കേട്ട മാർത്തോമ ക്രിസ്ത്യാനികൾക്ക് ഒരു ആഭ്യന്തര കലഹത്തിന് തന്നെ അവർ തയ്യാറാകുകയായിരുന്നു. അതുകൂടാതെ ആ സമയത്ത് കേട്ട ഒരു കിംവദന്തി എന്താണെന്ന് വെച്ചാൽ, ഈ മാറഹത്തുള്ളയെ കൊച്ചിയിലെ തീരത്തുള്ള കടലിൽ മുക്കിക്കൊല്ലുകയായിരുന്നു പോർച്ചുഗീസുകാർ എന്നുള്ള ഒരു കിംവദന്തി കൂടി പരന്നു. ഇത് അവരിൽ മർത്തോമ ക്രിസ്ത്യാനികളിൽ വളരെയധികം പ്രയാസം ഉണ്ടാക്കി. അപ്പോൾ അവരുടെ അർക്കദിയാക്കോൻ പാത്രിയാർക്കീസിന് പോർച്ചുഗീസുകാർക്കൊരു അധികാരികൾക്കൊരു കത്തെഴുതി. അതിൽ പറഞ്ഞിരുന്നത് ഈശോ സഭക്കാര്, അതായത് അവർ പറഞ്ഞിരുന്നത് പൗലീസ്ത്യർ എന്നാണ്, അതായത് സെന്റ് പോൾസുകാർ, പൗലീസ്ത്യർ. ഈ പൗലീസ്ത്യരുടെ മെത്രാനെ അല്ലാതെ പൗലീസ്ത്യരുടെ മെത്രാനെ ഞങ്ങൾ അംഗീകരിക്കില്ല. ഈശോ സഭയിൽ പെടാത്ത ഏതെങ്കിലും മെത്രാനെ വാഴിച്ചാൽ മാത്രമേ ഞങ്ങൾ ഗോവ മെത്രാനെ അംഗീകരിക്കുകയുള്ളൂ എന്ന് അറിയിച്ചു. ഇതൊക്കെയാണ് ഈ കൂനൻ കുരിശു സത്യത്തിലേക്ക് നയിച്ച മനപ്രയാസത്തിന്റെ കാര്യങ്ങൾ. ഇനി കൂനൻ കുരിശു സത്യത്തെക്കുറിച്ച് നമുക്ക് പറയാം. അർക്കിദിയാക്കോൻ എഴുതിയ എഴുത്തിന് സ്ഥാപിക്കുന്നതിന് വേണ്ടി, അതായത് ഈശോ സഭക്കാരുമായി ഒരു തരത്തിലും ബന്ധപ്പെടില്ല അല്ലെങ്കിൽ അവരെ അനുസരിക്കില്ല എന്നുള്ള സത്യം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി മർത്തോമ ക്രിസ്ത്യാനികളെല്ലാം കൂടി മട്ടാഞ്ചേരിയിലേക്ക് നീങ്ങി. മട്ടാഞ്ചേരിയിലുള്ള ഒരു വെളിം പ്രദേശത്തുള്ള കുരിശ്, ആ കുരിശിൽ ചെന്ന് തൊട്ട് സത്യം ചെയ്യാനാണ് എല്ലാവരും കൂടി തീരുമാനിച്ചത്. ആ കുരിശിൽ എല്ലാവർക്കും കൂടി തൊടാൻ സാധിക്കില്ല എന്ന് വന്നപ്പോൾ കുരിശിന്റെ മേൽഭാഗത്തൊരു വടം കെട്ടി ആ വടത്തിൽ എല്ലാവരും ബലമായി പിടിച്ച് വലിച്ച് സത്യം ചെയ്യാൻ വേണ്ടി അവരുടെ വികാരാവേശത്തിൽ വലിച്ച് സത്യം ചെയ്യുന്ന സമയത്ത് ആ കുരിശ് വളഞ്ഞു. അങ്ങനെയാണ് അതിന് കൂനൻ കുരിശെന്ന പേരുണ്ടായതെന്നാണ് ഐതിഹ്യം. ഇനി എന്താണ് ഇവർ ചെയ്ത സത്യം? സെന്റ് പോൾസുകാർ, സാമ്പാളൂർ എന്നാണ് അതിൻ്റെ നാടൻ ഭാഷ, സാമ്പാളൂർക്കാരുമായിട്ട്, അതല്ലെങ്കിൽ ഈശോ സഭക്കാർ പൗലീസ്ത്യരുമായിട്ട് ഞങ്ങൾക്കോ ഞങ്ങളുടെ മക്കൾക്കോ ഇനി യാതൊരു ബന്ധം ഉണ്ടാവില്ല എന്ന് അവിടെ വെച്ച് പ്രഖ്യാപിക്കുന്നു. അങ്ങനെ ആ പ്രഖ്യാപനം കഴിഞ്ഞ് അവർ തിരിച്ചു പോകുമ്പോൾ, അതിൽ മർത്തോമ ക്രിസ്ത്യാനികളുടെ
ഏതാണ്ട് 90% ആൾക്കാരും അതിൽ പങ്കെടുത്തിരുന്നു. വളരെ കുറച്ച് പേര് മാത്രമേ ഈ സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കാതിരുന്നുള്ളൂ. ഇതിനുശേഷം അവർ എടപ്പള്ളിയിൽ ഒരു യോഗം കൂടുന്നു. എടപ്പള്ളി യോഗം കൂടിയിട്ട് ആലങ്ങാട് വെച്ച് യോഗം കൂടാനുള്ള തീരുമാനത്തിൽ പിരിഞ്ഞു. 1953 മെയ് 22 ആലങ്ങാട് പള്ളിയിൽ വെച്ച് അവർ യോഗം കൂടി. അന്നത്തെ ഗോവ മെത്രാപ്പോലിത്ത ആയിരുന്ന ഗാസ്യ എസ്.ജെയെ ഒരിക്കലും അനുസരിക്കില്ല എന്നും അവർ പ്രതിജ്ഞയെടുത്തു. ബൈബിളിൽ തൊട്ട് പ്രതിജ്ഞയെടുത്തു. അതിനുശേഷം അവിടുന്ന് 12 അച്ഛന്മാർ കൂടിയിട്ട് അർക്കദിയാക്കോൻ തോമായെ മർത്തോമ ഒന്നാമൻ എന്ന അധികാരത്തിൽ മെത്രാനായി വാഴിക്കുകയും ചെയ്തു. ആ മെത്രാനെയാണ് കപടമെത്രാൻ എന്നറിയപ്പെടുന്നത്. ഈ കൂനൻ കുരിശിനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളുടെ ഇടയിൽ പരന്നിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് കൂനൻ കുരിശ് എന്നുള്ളത് ബ്രാന്തോ ക്രോസ് എന്നുള്ള പോർച്ചുഗീസ് ഭാഷയെ നാടൻ ഭാഷയിൽ വന്നപ്പോൾ ഭ്രാന്തൻ കുരിശ് എന്നുള്ള രീതിയിലേക്ക് മാറി. അപ്പോൾ ഈ ഭ്രാന്തൻ കുരിശിൻ്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിക്കുന്ന പലർക്കും ദൈവാനുഗ്രഹം കിട്ടുന്നുണ്ട്, പല അത്ഭുതങ്ങളും നടക്കുന്നുണ്ട് എന്നുള്ള വിശ്വാസം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അവിടെ ഭക്തജനങ്ങൾ ഇപ്പോഴും വന്ന് മെഴുകുതിരി എത്തിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ കുരിശിന് ഇപ്പോഴും പ്രാധാന്യമുണ്ട്. നമ്മുടെ ചരിത്രത്തിലുള്ള പ്രാധാന്യം തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇതാണ് കൂനൻ കുരിശിനെ കുറിച്ച് പറയാനുള്ളത്.